ഏവർക്കും സ്വാഗതം, വണക്കം, വെൽക്കം. ഇന്ന് പെസഹ വ്യാഴാഴ്ച അല്ലെങ്കിൽ മോണ്ടി തേഴ്സ്ഡേ, വിശുദ്ധ വാരത്തിലെ ഒരാത്മീയ നാഴികക്കല്ലായി ലോകമെമ്പാടും വിശ്വാസ സമൂഹം ഓർക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഒരു ശ്രദ്ധേയമായ ആത്മീയ അനുഭവമാണ് ഈ പെസഹ വ്യാഴാഴ്ച അല്ലെങ്കിൽ മോണ്ടി തേഴ്സ്ഡേ എന്നത്. ഞാൻ എടുത്തു പറയാതെ ഏവർക്കും അറിവുള്ളതാണ്. ഞാൻ ഈ വീഡിയോ പ്രത്യേകമായി ചെയ്യുന്നത് ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന നമ്മുടെ യൂട്യൂബ് കൂട്ടായ്മയിൽ നിരന്തരം വളരെ താല്പര്യത്തോടെ ശ്രദ്ധയോടെ പങ്കെടുക്കുന്ന ചില സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ പുരോഹിതരുടെ കാർമ്മികത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ പുരോഹിതരുടെ കയ്യിൽ നിന്ന് ഈ മഹനീയമായ ആത്മീയ അനുഭവത്തെ രക്ഷിച്ച് യേശു വിഭാവന ചെയ്തതുപോലെ അവനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക്, അവൻ്റെ കൽപ്പന അനുസരിച്ച് പരസ്പരം സ്നേഹിക്കുന്നവർക്ക് സ്വതന്ത്രമായി ആഘോഷിക്കാനുള്ള ഒരാത്മീയ വിരുന്നായി എങ്ങനെയാണ് ഇതിനെ ആചരിക്കേണ്ടത് എന്ന് വിശദീകരിക്കാമോ, അത് കേന്ദ്രീകരിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അപ്രകാരം ചെയ്യണം എന്ന താല്പര്യത്തോടെ നിർദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിൽ ആദ്യമായി സന്തോഷമുള്ളൊരു കാര്യം, ജനം പതുക്കെ സുവിശേഷ സത്യങ്ങൾ മനസ്സിലാക്കി വരുന്നു. സുവിശേഷത്തോട് വിദൂര ബന്ധമുള്ളവർ പോലും മനസ്സിലാക്കും. യേശുവിൻ്റെ അന്ത്യ അത്താഴത്തെ ഓർമ്മിപ്പിക്കുന്ന ഈ കുർബാന അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ദിവ്യബലി ഒരു പുരോഹിതന്റെയും കാർമ്മികത്വത്തിലല്ല നടത്തപ്പെട്ടത്. യേശു തൻ്റെ ശിഷ്യന്മാരോ പുരോഹിതന്മാരായിരുന്നില്ല. പുരോഹിതന്മാരുടെ നിഴൽ ഇതിൽ വീഴണമെന്ന് യേശു ഒരിക്കലും വിഭാവന ചെയ്തിരുന്നില്ല എന്ന് മാത്രവുമല്ല, പുരോഹിതരുടെ ആധിപത്യത്തിൽ നിന്ന് ജനങ്ങളെ വിടുവിച്ചാൽ മാത്രമേ അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് യേശു തൻ്റെ പരിശുദ്ധ ശുശ്രൂഷ ആരംഭിക്കുകയും നിലനിർത്തുകയും പൂർത്തീകരിക്കുകയും ചെയ്തത് എന്നത് 4 സുവിശേഷങ്ങളും ഒന്നുപോലെ സാക്ഷീകരിക്കുന്ന മാറ്റമില്ലാത്ത സത്യം തന്നെയാണ്. എങ്കിലും അതും പുരോഹിതർ വെട്ടിപ്പിടിച്ചു, അട്ടിമറിച്ചു, കൈക്കലാക്കി. അവർക്കല്ലാതെ മറ്റാർക്കും ഇതിന്മേൽ അവകാശമില്ല, അധികാരമില്ല എന്ന അടിസ്ഥാനരഹിതമായ അഹങ്കാരം മാത്രം നിലനിൽക്കുന്ന ഈ ഒരു നിലപാടിൽ ജനങ്ങളെ പരിശീലിപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികളുടെ വിശ്വാസം ഈ വിശുദ്ധ സക്രമെന്റ് ആചരിക്കാനുള്ള കുത്തക കർത്താവായ യേശു ക്രിസ്തു പുരോഹിതർക്ക് എഴുതി കൊടുത്തു എന്നതാണ്. എന്നാൽ വളരെ സന്തോഷകരമായൊരു കാര്യം, പതുക്കെ ആളുകൾ സുവിശേഷ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഈ പുരോഹിത മേൽക്കോയ്മയിൽ നിന്ന് വിടുവിച്ച് യേശു വിഭാവന ചെയ്ത വിധത്തിൽ പരസ്പരം സ്നേഹിക്കുകയും ക്രിസ്തു കേന്ദ്രീകൃതമായി സഹകരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ കൂടി വന്ന് എപ്രകാരമാണ് ഈ വിശുദ്ധ സക്രമെന്റ് പ്രത്യേകിച്ച് ഇന്ന് ആചരിക്കേണ്ടത് എന്ന് ജനം ചിന്തിച്ചും അന്വേഷിച്ചും തുടങ്ങിയിരിക്കുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്നാൽ ഇത് സംബന്ധമായ എൻ്റെ നിലപാട് ഞാൻ ഈ വീഡിയോയിൽ കൂടെ വെളിപ്പെടുത്തട്ടെ. എനിക്ക് ആത്മാർത്ഥമായ എവരോടും പറയാനുള്ളത്, നാം ഈ ഒരു സംഭവത്തെ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തെ കേന്ദ്രീകരിച്ച് നാം മനസ്സിലാക്കേണ്ട ഈ ഒരു സംഭവത്തെ
അതിൻ്റെ ആത്മാവിലും സത്യത്തിലും മനസ്സിലാക്കാൻ കൂട്ടാക്കണം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം പരിചയമുള്ള ആളുകൾ തീർച്ചയായും സമ്മതിക്കുന്നൊരു കാര്യം, ഈ ഒരു പ്രത്യേകതയുള്ള ആത്മീയമായ അനുഭവം യേശു തൻ്റെ ശിഷ്യന്മാർക്കായി വളരെ കരുതലോടെ ഒരുക്കിയത് ഒരേ ഒരു മർമ്മം അവർക്ക് അനുഭവത്തിൽ കൂടെ മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. യേശു അവരുടെ വയറിന് സന്തോഷം നൽകുവാനല്ല ഈ അന്ത്യ അത്താഴം ഒരുക്കിയത്. പിന്നെയോ അവർ എക്കാലത്തും മാറ്റമില്ലാതെ യാതൊരു ഒഴികഴിവും പറയാതെ അനുഷ്ഠിക്കേണ്ട ഒരാത്മീയമായ കടമയും അച്ചടക്കവും അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് വേണ്ടിയാണ്. അതെന്താണ്? അത് വ്യക്തമായി യേശു പറയുന്നുണ്ട്. കാലുകഴുകൽ ശുശ്രൂഷയിൽ കൂടെ യേശു അവരെ അറിയിക്കുന്ന ആ വലിയ ആത്മീകമായ കടമ എന്താണ്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഈ പരസ്പര സ്നേഹമാണ് സക്രമെന്റ് എന്ന് സഭകൾ ഒരു കാലത്തും പഠിപ്പിക്കുകയില്ല. കാരണം അത് പഠിപ്പിച്ചാൽ പുരോഹിത മേൽക്കോയ്മയ്ക്ക് ബലക്ഷയം സംഭവിക്കും എന്നതുകൊണ്ട് ജനം പരസ്പരം സ്നേഹിക്കുന്നതാണ് സക്രമെന്റ് എന്ന് പഠിപ്പിക്കുകയില്ല. ഇത് മാത്രവുമല്ല, ഇപ്പോൾ സീറോ മലബാർ സഭ കഴിഞ്ഞ അനേക വർഷങ്ങളിലായി നമ്മുടെ മുമ്പിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന, അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്ന നാടകത്തിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടത് പരസ്പരം സ്നേഹിക്കുന്നതല്ല, പരസ്പരം കടിച്ചു കീറുന്നതാണ് സക്രമെന്റ് എന്ന വലിയ വലിയ പൈശാചികമായ അട്ടിമറിയാണ് പുരോഹിത കാർമ്മികത്വത്തിൽ നടന്നത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇതിന് വലിയൊരു ചരിത്രമുണ്ട്. അത് മുഴുവനായി പ്രതിപാദിക്കാൻ ഈ സമയത്ത് സാധ്യമല്ല. ഒരേ ഒരു ചിന്ത ശകലമാണ് എനിക്ക് ഈ തരുണത്തിൽ നിങ്ങളുമായി പങ്കിടുവാനുള്ളത്. നിങ്ങൾ ഇതിൽ കാണിക്കുന്ന താല്പര്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമായത് സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. മനുഷ്യർക്ക് എപ്പോഴും നിഷേധിക്കപ്പെടുന്നത് സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള അവസരവും അവകാശവുമാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഈ ദിവസം ആകമാനം അന്വേഷിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. മനുഷ്യർക്ക് സ്വാഭാവികമായി പരസ്പരം സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും കഴിവും സാധ്യതയും ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നത് ഒരു കൽപ്പനയായി യേശു തൻ്റെ ശിഷ്യന്മാരെയും അവരിൽ കൂടെ വരുന്ന തലമുറകളെയും അറിയിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കുമായിരുന്നില്ല. സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നിനെയും ഒരു കൽപ്പനയ്ക്ക് വിധേയമാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കണമെന്നോ, നിങ്ങൾ രാത്രിയാകുമ്പോൾ ഉറങ്ങണമെന്നോ, നിങ്ങൾ ക്ഷീണം വരുമ്പോൾ വിശ്രമിക്കണമെന്നോ ഒരു കൽപ്പനയില്ല. കാരണം ഇത് സ്വാഭാവികമാണ്. എന്നാൽ മനുഷ്യന്റെ സ്വഭാവത്തിൽ ഒതുങ്ങി നിൽക്കാത്ത, അവൻ്റെ സ്വാഭാവികമായ കഴിവ് കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ, അതേസമയം തന്നെ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ സാരാംശം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ മാത്രമേ കൽപ്പനയുടെ രൂപത്തിൽ നൽകപ്പെടാറുള്ളൂ. അത് പ്രത്യേകിച്ചും യേശു നൽകിയ ഏക കൽപ്പന, ഒരേ ഒരു കൽപ്പന, അതാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നുള്ളത്. അതിൽ നിന്ന് ശ്രദ്ധ എത്ര പൂർണ്ണമായി മാറ്റാമോ അപ്രകാരമാണ് എല്ലാ സഭകളും ഈ ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടെ നിയമിച്ചാക്കിയ അനുഭവത്തെ കൈകാര്യം ചെയ്യുന്നത്. കാരണം സ്നേഹമെന്നത് യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നലും പുരോഹിത വർഗത്തിൻ്റെ അവസാനത്തെ പ്രയോറിറ്റിയുമാണ് എന്ന് തിരിച്ചറിയുന്നവർ ഭാഗ്യവാന്മാർ. എനിക്ക് പരിചയമുള്ള സഭകളിൽ, പള്ളികളിൽ, ഓരോരോ കോൺഗ്രിഗേഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ 95% പള്ളികളിൽ അതിന് ചുമതലയിലിരിക്കുന്ന കത്തനാരന്മാർ, അച്ഛന്മാർ, പുരോഹിതന്മാർ
ആ ചെറിയ ചെറിയ സഭയിലെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിയായി തിരിച്ച് തമ്മിൽ വെറുപ്പും വിദ്വേഷവും ചിലയിടത്ത് കയ്യാങ്കളിയും നടത്തി ഒരു കൂട്ടരോട് ചേർന്ന് നിന്ന് മറ്റൊരു കൂട്ടരോട് യുദ്ധം ചെയ്ത് അങ്ങനെയാണ് തങ്ങളുടെ പുരോഹിത ആധിപത്യം ജനങ്ങളുടെ മേൽ സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് എന്ന് വേദനാജനകമായ അനുഭവമുള്ള എൻ്റെ സുഹൃത്തുക്കളെങ്കിലും തിരിച്ച് അറിയും, മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ആദ്യമായി മനസ്സിലാക്കുക, ഈ ഒരു ശ്രദ്ധേയമായ സംഭവത്തിൻ്റെ ഹൃദയഭാഗം നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നുള്ളതാണ്. കാല് കഴുകുന്നതല്ല അതിനകത്തെ പ്രശ്നം, അല്ലെങ്കിൽ അപ്പം തിന്നുന്നതോ വീഞ്ഞു കുടിക്കുന്നതോ അല്ല, ഇതൊന്നുമല്ല ഇതിൻ്റെ പ്രശ്നം. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രാണവായു എന്ന് പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന കൽപ്പനയാണ്. അതില്ലാതെ ഈ അന്ത്യ അത്താഴം അല്ലെങ്കിൽ സത്യകർമ്മം ആചരിക്കുന്നത് കള്ളകർമ്മമായി തീരും, അസത്യത്തിൻ്റെ കർമ്മമായി തീരും. അപ്രകാരമുള്ള അസത്യത്തിൻ്റെ സത്യകർമ്മമാണ് ഇപ്പോൾ നമ്മുടെ സഭകളിൽ പുരോഹിത കാർമ്മികത്വത്തിൽ ആഘോഷിച്ചു വരുന്നത് അല്ലെങ്കിൽ ആചരിച്ചു വരുന്നത് എന്ന് തിരിച്ചറിയുവാൻ എങ്ങനെയാണ് പ്രയാസമുണ്ടാകുന്നത്? ഇത്രമാത്രം അനുഭവങ്ങൾ, സംഭവങ്ങൾ വാചാലമായി നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ഇത്ര സ്പഷ്ടമായ ഈ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ തലച്ചോറ് മന്ദീഭവിപ്പിച്ചത് ആരാണ്? അത്ര വേദനാജനകമായ ഒരു സാഹചര്യമാണ് നാം മനസ്സിലാക്കുന്നത്. ഇനി ഇത് മനസ്സിലാക്കുമെങ്കിൽ ഇനി അടുത്തതായി എനിക്ക് പറയാനുള്ളത്, എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് നിർദ്ദേശിച്ചതുപോലെ നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കൂട്ടമായി കൂടി ഒരു പുരോഹിതൻ്റെയും നിഴല് വീഴാതെ ഈ പരിശുദ്ധമായ അനുഭവത്തെ ഓർമ്മിക്കുവാനും ഒന്ന് ആവർത്തിക്കുവാനും എപ്രകാരമാണ് ശ്രമിക്കേണ്ടത്? ഇതാണ് ചോദ്യം. അതായത് ഇന്ന് എല്ലായിടത്തും പള്ളികളിലെല്ലാം പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിൽ ഈ വിശുദ്ധ സക്രമെന്റ് ആചരിക്കപ്പെടുന്നു. പ്രത്യേകതയുള്ളതായതുകൊണ്ട് ഇന്ന് ചിലരുടെയൊക്കെ കാല് പിടിച്ച് കഴുകിക്കളയും, നിങ്ങളുടെ കാല് സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ കാല് കഴുകിക്കളയും എന്ന വിധത്തിൽ വെച്ചാക്കിയിരിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് പകരം വിശ്വാസികളായ പരസ്പരം സ്നേഹിക്കുന്ന, യേശുവിൻ്റെ വാക്കിൽ പറഞ്ഞാൽ 2 or 3 പേർ എവിടെ കൂടിയാലും ഞാൻ അവിടെ മധ്യത്തിലുണ്ട്, അവൻ്റെ നാമത്തിൽ കൂടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽപ്പന അനുസരിച്ച് പരസ്പരം സ്നേഹിക്കുന്നവർ എവിടെ കൂടിയാലും യേശുവിടെ മധ്യത്തിലുണ്ട്. ആ വാഗ്ദത്തത്തെ നമ്പിക്കൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ഐമേനികളായ ആളുകൾ, പുരോഹിതരല്ലാത്ത ആളുകൾക്ക് ഇതെങ്ങനെയാണ് ആഘോഷിക്കാൻ കഴിയേണ്ടത് എന്നത് നിർദ്ദേശിക്കാമോ എന്നതാണ് എന്നോട് ഉന്നയിച്ച ആവശ്യം. അതിൻ്റെ മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ ചെയ്യരുത്, ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്നത് അനുചിതമാണ്. കാരണം എന്താണെന്ന് ഞാൻ പറയാം. യേശു എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു അനുഭവം തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കാൻ ഇപ്പോൾ സമയമായി എന്ന് തീരുമാനിച്ചു? ദയവായി മനസ്സിലാക്കുക, യേശു ഒരിക്കൽ മാത്രമേ 3-3.5 വർഷം നീണ്ടു നിന്ന തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആദ്യം മുതൽ അവസാനം വരെ തന്നോട് കൂടെ ആയിരുന്ന, താൻ പരിശീലിപ്പിച്ചെടുത്ത, താൻ സ്നേഹിക്കുന്ന തൻ്റെ ശിഷ്യന്മാരുമായി ഇപ്രകാരം ഒരു വിരുന്ന് ആചരിക്കണം അല്ലെങ്കിൽ ആഘോഷിക്കണം എന്ന് തീരുമാനിച്ചത് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ഭാഗത്താണ്. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ അതിന് മുമ്പുണ്ടായിരുന്ന 3-3.5 വർഷത്തെ എല്ലാ അനുഭവങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള പ്രത്യേകമായ ബന്ധത്തിൻ്റെ പ്രത്യേകതകളും എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. യേശുവിൻ്റെ വ്യക്തിത്വം തൻ്റെ ശിഷ്യന്മാർ
അനേക സന്ദർഭങ്ങളിൽ അനുഭവത്തിൽ കൂടെ സത്യമായി ആത്മാവിൽ ഗ്രഹിച്ച ആ വലിയ സ്നേഹവും ബഹുമാനവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. തൻ്റെ ശിഷ്യന്മാർ തൻ്റെ കാലശേഷം ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും അവർക്ക് അവർക്ക് എപ്രകാരമുള്ള ആത്മീയമായ സംരക്ഷണമാണ് ലഭിക്കണമെന്ന ആ ഉത്തരവാദിത്വമേറിയ ചിന്ത, അതിൻ്റെ കൊഴുപ്പും ഈ അനുഭവത്തിലുണ്ട്. താൻ ഈ 3-3.5 വർഷക്കാലമായി നടത്തിയ എല്ലാ സംരംഭങ്ങളുടെയും, പ്രത്യേകിച്ച് വെളിപ്പെടുത്തിയ എല്ലാ ആത്മീയമായ സത്യത്തിൻ്റെയും അറിവുകളുടെയും ആ മേന്മയും മണവും ഈ സംഭവത്തിലുണ്ട്. അങ്ങനെ ഈ മഹനീയമായ ദൗത്യത്തിൻ്റെ ആകെത്തുക ഉൾക്കൊള്ളുന്ന ഒരനുഭവം, ആ ദൗത്യത്തിൻ്റെ അവസാന ഭാഗത്ത് അതിൻ്റെ ക്ലൈമാക്സായി മാത്രമേ ഇതിൻ്റെ അർത്ഥം അറിയാവുന്നവർ ഇങ്ങനെ ആചരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നവർ മനസ്സിലാക്കും. നാം ഇപ്പോൾ നമ്മുടെ സഭകളിൽ ആചരിച്ചു വരുന്നത് ഇതിൻ്റെ ഒരു മുക്കുപണ്ടമാണ്. ഈ സംഭവത്തിൽ യേശു ഉൾക്കൊള്ളിച്ച അനുഭവത്തിൻ്റെയും ആശയത്തിൻ്റെയും അഭൗമമായ സാന്ദ്രത നാം ഈ പറയുന്ന നമ്മുടെ പള്ളികളിൽ യാന്ത്രികമായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ കുർബാനയിൽ, ദിവ്യബലിയിൽ, ഈ സക്രമത്തിൽ ഇല്ല. അത് ഐമേനികളായ ആളുകൾ പുരോഹിത മേൽക്കോയ്മയിൽ നിന്ന് ദൈവകൃപയാൽ സ്വാതന്ത്ര്യം പ്രാപിച്ച ആളുകൾ അവരുടേതായ വിധത്തിൽ പള്ളിക്ക് വെളിയിൽ ചെയ്താലും ഇതേ പ്രശ്നമാണ്. അതൊരു മുക്കുപണ്ടമായിരിക്കും. കാരണം എന്താണ്? ഈ സംഭവത്തിന് പ്രത്യേകതയും ആത്മീകമായ വീര്യവും പ്രദാനം ചെയ്യുന്ന പശ്ചാത്തലം നമ്മുടെ ആ ആചാരത്തിൽ കൊണ്ടുവരുവാൻ സാധ്യമല്ല. ആ ഘടകമില്ലാതെ ഇത് ആവർത്തിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്ന് മാത്രവുമല്ല, ഇതിപ്രകാരം ഒരു മുക്കുപണ്ടം ധരിക്കുന്നത് പോലെ നാം ആചരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ഇതിനെപ്പറ്റിയുള്ള നമ്മുടെ ബഹുമാനവും ഇതിൻ്റെ ഉള്ളടക്കത്തോടുള്ള നമ്മുടെ അടുപ്പവും മങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നാം കൂടുതൽ യേശുവിൻ്റെ ശരീര രക്തങ്ങളെ ഭക്ഷിക്കും തോറും നാം യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് കൂടുതൽ അകലം പ്രാപിക്കുന്നവരായും, സ്നേഹിക്കാനായി ജനങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആക്കി വെച്ച ഈ സക്രമെന്ത് ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പുമാക്കുന്ന അവസ്ഥയിലേക്ക് അധപ്പതിപ്പിക്കാനായി പുരോഹിതവർഗം ഇത് ദുരുപയോഗം ചെയ്യുമ്പോൾ അതിൻ്റെ പുറകെ പോയി ആ പൈശാചികമായ പ്രവൃത്തിക്ക് സംരക്ഷണം ചെയ്യുകയാണ് ഒരു വിശ്വാസിയുടെ കടമയെന്ന് തെറ്റിദ്ധരിക്കത്തക്കവണ്ണമുള്ള ആത്മീകമായ ഭ്രാന്ത് നമ്മെ പിടിക്കാൻ കാര്യം ഇതെന്താണെന്നറിയാതെ പാരമ്പര്യത്തിനെയും മാമൂലിനെയും മാത്രം അനുസരിച്ച് നാം ഇത് യാന്ത്രികമായി ആവർത്തിച്ച് ഇതിനോടുള്ള ആന്തരികമായ ബഹുമാനം, ആദരവ് പൂർണ്ണമായി നശിച്ചുപോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. ഇതിനെ വിലമതിക്കുന്നതൊക്കെ നമ്മൾ ചുമ്മാ നടിക്കുകയാണ്. ഇതിനെപ്പറ്റി യാതൊരു വിലയും നമ്മുടെ മനസ്സിലില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വ്യക്തിത്വത്തിലും അത് പ്രതിബിംബിക്കുമായിരുന്നു. യേശു അപ്പമെടുത്ത് നുറുക്കി ഇതെൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ദയവായി മനസ്സിലാക്കുക, ശരീരം എന്ന പദം കൊണ്ട് ഹെബ്രായ ഭാഷയിൽ ഉദ്ദേശിക്കുന്നത് വ്യക്തിത്വമാണ്. ഇതാരും നിങ്ങളോട് പറയില്ല. What corresponds to the word body in the Hebraic language actually denotes personality. നിങ്ങളുടെ വ്യക്തിത്വം. യേശു മുറിച്ച അപ്പം അവൻ്റെ മാംസ രക്തങ്ങളെ അല്ല സൂചിപ്പിക്കുന്നത്, അവൻ്റെ വ്യക്തിത്വത്തെയാണ് മുറിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ എൻ്റെ വ്യക്തിത്വം പ്രാപിപ്പീൻ. നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് എൻ്റെ ശരീരത്തെ അല്ല, ഈ 100 ട്രില്യൺ സെൽസ് ഉള്ള എൻ്റെ ശരീരത്തെ അല്ല, ഈ രോമവും എല്ലും തൊലിയുമുള്ള എൻ്റെ ശരീരത്തെ അല്ല. നിങ്ങൾ ഓർക്കേണ്ടത് എൻ്റെ വ്യക്തിത്വമാണ്. അതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ.
ഈ ഒരു അടിസ്ഥാന പ്രമാണം അല്ലെങ്കിൽ ഈ ഒരു ആത്മീയമായ സത്യം ഓർത്തുകൊണ്ട് ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ ശരീര രക്തങ്ങളെ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ക്രിസ്ത്യാനിയുടെ അവസ്ഥ വളരെ മനോഹരമായിരുന്നു. നാം യേശുവിൻ്റെ ശരീര രക്തങ്ങളെ പ്രാപിക്കുന്നു എന്ന് അവകാശപ്പെടുകയും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പേക്കോലങ്ങളായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മേക്കാൾ വലിയ വിരോധാഭാസം വിഭാവന ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ പെസഹ വ്യാഴാഴ്ച ആഘോഷിക്കണമെന്ന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, അത് അർത്ഥവത്തായി ആഘോഷിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ആ ആഘോഷം അനുഭവത്തിൽ പ്രാപിക്കാനുള്ള യോഗ്യത പ്രാപിക്കണം. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പോലും ആ യോഗ്യത പ്രാപിച്ചത് 3.5 വർഷത്തെ പരിശീലനത്തിന് ശേഷമാണ്. അപ്രകാരമുള്ളൊരു അവസ്ഥ സാധ്യമാണ് യേശുവിന് ബോധ്യപ്പെട്ടത് 3.5 വർഷത്തെ അവരുടെ സമഗ്രമായ പരിശീലനത്തിന് ശേഷമാണ്. അനേക അനുഭവങ്ങളുടെയും ആന്തരികമായ വളർച്ചയുടെയും ഫലമായി ഇപ്രകാരമുള്ളൊരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് ഇപ്പോൾ ഇതാ ആത്മീകമായ വൈകാരികമായ പക്വത ഉണ്ടായിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തിലാണ് യേശു ഈ ഒരു അനുഭവം അവർക്ക് പകർന്നു നൽകിയത്. ഇതൊന്നുമില്ലാതെ ക്രിസ്ത്യാനി എന്ന പേരുള്ളത് കൊണ്ട് ഞാനിത് ചെയ്തു കളയാം എന്നാരും വിചാരിക്കരുത്. അത് യേശുവിനെ മിമിക്രി ചെയ്യുന്ന പരിപാടിയാണ്, അവനെ അപമാനിക്കുന്നതിന് പരിപാടിയാണ്. യേശു ചെയ്യുന്നതിൻ്റെ അർത്ഥത്തെ പുച്ഛിക്കുന്നതിന് തുല്യമാണ്. അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇത് ഒഴിച്ചുവിടണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. നമുക്കിത് ആഘോഷിക്കണം. എപ്പോഴാഘോഷിക്കണം? അതിന് തക്കതായ യോഗ്യത പ്രാപിച്ച ശേഷം, അതിനുവേണ്ടി നമ്മെ തന്നെ തയ്യാറെടുത്ത ശേഷം, നാം ഇതിന് എന്തെങ്കിലും വില, എന്തെങ്കിലും മൂല്യം കൽപ്പിക്കുന്നുവെങ്കിൽ അതാണ് നാം ചെയ്യേണ്ടത്. ഇനിയും അടുത്ത 3 വർഷം, 4 വർഷം, 5 വർഷത്തിന് ശേഷം ഇപ്രകാരം അർത്ഥവത്തായി ഈ പെസഹ വ്യാഴാഴ്ച പുരോഹിതരുടെ നിഴൽ വീഴാതെ ആഘോഷിക്കത്തക്കവണ്ണം, ഞങ്ങൾക്കിടയായി തീരത്തക്കവണ്ണം ഇന്നു മുതൽ വരുന്ന നാളുകളിൽ ഞങ്ങൾ പരസ്പരം സഹകരിക്കുവാനും സ്നേഹിക്കുവാനും ആത്മീയമായ അനുഭവങ്ങളിൽ നുകർന്നു വരുവാനും ഒരു ശരീരം എന്ന പോലെ ഞങ്ങൾ സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിത ശൈലി ഞങ്ങൾ ആർജിക്കും. ആ ദുഷ്കരമായ ശ്രമത്തിൽ പരസ്പരം പ്രോത്സാഹിപ്പാനും സഹായിപ്പാനും ഞങ്ങളെപ്പോഴും ഒന്നായിരിക്കും എന്ന അനുഭവത്തിൽ മാത്രവുമല്ല, യേശു നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ ഈ വിവിധമായ അനുഭവങ്ങളോട് എപ്രകാരം പ്രതിവേദിക്കുമായിരുന്നു എന്ന അന്വേഷണത്തിൽ അതിന് സമമായി അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ പ്രതികരണ ശേഷിയെയും വളർത്തിയെടുത്ത് ചുമതല ബോധത്തെ ശുദ്ധീകരിച്ച് വചനത്തോടുള്ള ബന്ധത്തെ കുറെക്കൂടെ സ്പഷ്ടമാക്കി ആത്മീയമായി വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഈ മോണ്ടി തേഴ്സ്ഡേ ആഘോഷിക്കാനുള്ള യോഗ്യതയുണ്ടാകും. അല്ലാത്തിടത്തോളം കാലം മുക്കുപണ്ടം പോലെ ഇത് കൊണ്ടു നടക്കാമെന്നല്ലാതെ ഇതിന് ഈ ആചാരത്തിന് യാതൊരു ആത്മീയമായ ഉള്ളടക്കമോ പ്രസക്തിയോ അതിൽ കൂടെ എന്തെങ്കിലും അനുഭവമോ അനുഗ്രഹമോ ഉണ്ടാകുവാൻ യാതൊരു സാധ്യതയുമില്ല എന്നതാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം. അത് മതപരമായ എല്ലാ ആചാരങ്ങളെ സംബന്ധിച്ച് നാം ഓർത്തിരിക്കേണ്ട അടിസ്ഥാന പ്രമാണമാണ്, സത്യമാണ്. ഇതാണ് സത്യം, ഇതാണ് സത്യം, ഇതാണ് സത്യം. ദയവായി ഈ പെസഹ വ്യാഴാഴ്ച മറ്റൊന്നുമില്ലെങ്കിലും ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ആചാരങ്ങളുടെ പിറകിൽ ഒരു വലിയ വലിയ വെളിച്ചമുണ്ടായിരുന്നു. നാം ആ വെളിച്ചത്തെ ഉപേക്ഷിച്ച് അതിന് നമുക്ക് ഏറ്റവും സൗകര്യമായ ചില കാര്യങ്ങളെ, മനുഷ്യനെ ഉപേക്ഷിച്ച് അവൻ ഉടുത്തോണ്ട് തുണി മാത്രം പൊക്കിക്കൊണ്ട് നടക്കുക, തുണി മാത്രം എടുത്ത് ഇങ്ങനെ പൊക്കി ആട്ടിക്കൊണ്ട് നടക്കുക. ഇതിന് സമാനമാണ്, ഇതിന് സമാനം മാത്രമാണ് നമ്മുടെ ഈ ഇപ്രകാരമുള്ള പരിപാടി. ഈ തരുണത്തിൽ ഞാൻ ഓർക്കുന്ന എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ ഈ
ചിന്ത അവസാനിപ്പിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കേരളത്തിൽ ഒരു ഇടത്ത് ഒരു കല്യാണം കൂടാൻ പോയി. വിവാഹം ഒക്കെ പള്ളി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഏകദേശം 12-12:30 പിന്നെ ഉച്ചയൂണാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് പള്ളിയുടെ ഹാളിലാണ്. നമുക്കറിയാം, നമ്മുടെ ഇടയിലുള്ള ആചാരമനുസരിച്ച് വധു അവിടെ സാരി മാറ്റണം, അതിൻ്റേതായ സമയം. അപ്പോൾ ആളുകൾ ഈ ഹാളിൽ വന്നിരുന്നു. ഭക്ഷണമെല്ലാം അവിടെ വെച്ചിരിക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് വധുവിനെ കാണുന്നില്ല, 10 മിനിറ്റ് കഴിഞ്ഞ് വധുവിനെ കാണുന്നില്ല. ആളുകൾ വിശന്നവർ ഓരോരുത്തരായി കഴിച്ചു തുടങ്ങി. ഒരാൾ കഴിക്കുന്ന കണ്ട് അടുത്ത ആൾ കഴിച്ചു, അയാൾ ഇരിക്കുന്ന കണ്ട് അയാളുടെ അടുത്ത ആൾ കഴിച്ചു. അങ്ങനെ എല്ലാവരും ആ ആഹാരം മുഴുവനും തീർത്തു. ആഹാരം വരന്നു കഴിഞ്ഞപ്പോൾ അവരങ്ങ് എഴുന്നേറ്റ് പോയി കൈയും കഴുകി അവരോട് വീട്ടിൽ പോയി. വരനും അതും വന്നപ്പോൾ അവരും പിന്നെ ഞങ്ങൾ 2-3 പേര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ ഈ പെസഹ വ്യാഴാഴ്ചയുടെ ആഘോഷം. യേശു അതിനകത്തില്ല, ആഹാരം മാത്രമാണ് താല്പര്യം. വായിക്കാത്തോട്ട് താണ്ട് വീഴുന്നു. അത് പുരോഹിതന്റെ കയ്യിൽ നിന്നായതുകൊണ്ട് വലിയ സംഭവമാണ് എന്നതല്ലാതെ ഇതിനകത്തൊരു ചുക്കുമില്ല എന്ന് ദയവായി മനസ്സിലാക്കുക. യേശു വിഭാവന ചെയ്തതും ആരംഭിച്ചതുമായ അല്ലെങ്കിൽ വെളിപ്പെടുത്തിയതുമായ ആ സാധ്യതയെ നമ്മുടെ മധ്യത്തിൽ യാന്ത്രികമായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ സംഭവം തമ്മിൽ പുലബന്ധം പോലുമില്ലേ, ഇല്ല എന്ന് മനസ്സിലാക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് ഒരു പ്രത്യേകമായ നമസ്കാരം. ബാക്കിയുള്ളവർക്കും ഒരര നമസ്കാരം.